മത്തങ്ങ അലുവ. മത്തങ്ങ അലുവ എന്ന് നിങ്ങൾ കുറച്ച് കേട്ടിട്ടുണ്ടാവുള്ളൂ. സാധാരണയൊക്കെ മൈദ അല്ലെങ്കിൽ അരിപ്പൊടി ഇവിടെയാണ് അലുവകൾ. അപ്പോൾ സബിത ഒരു ഹോം സയൻസ് ഒക്കെ പഠിച്ച ആളാണ്. എത്ര വർഷം മുന്നേ, 35 കൊല്ലം മുന്നേ ഹോം സയൻസ് പഠിച്ച ആള് ഒന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവള് പറഞ്ഞ് പോയിട്ട് ആ മത്തങ്ങ അങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ട് പോയാൽ ഞാൻ അലുവ ഉണ്ടാക്കി തരാം, അടിപൊളി സാധനം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ വാളും കൊണ്ട് പോന്നു. മത്തങ്ങ മുറിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ ഞാൻ അവളോട് ചോദിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. കണ്ടോ, അത് പയറാണ്. അപ്പോൾ ഇതാണ് 2 ദിവസം മുന്നേ നമ്മൾ പൊട്ടിച്ചു വെച്ച മത്തങ്ങ. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ വെക്കൊന്നും വേണ്ട. ഇത് ഫ്രഷ് ആയ കാരണം ഒരു 2 ദിവസത്തേക്ക് വെച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല കടും മധുരമാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് തൊലി ചെത്തി കളയണം. ഇതിൻ്റെ കുരുകൾ കളഞ്ഞാലും നമുക്കൊരു 2 കിലോക്കാളും കുറച്ച് കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇത് 2 കിലോൻ്റെ ഒരു മത്തങ്ങ, 2 കിലോ അല്ല അതിലും കൂടുതലുണ്ട്. 2 കിലോ നമുക്ക് വേസ്റ്റ് കളഞ്ഞിട്ട് കിട്ടും. ഒരു 1/2 കിലോ ശർക്കര, പിന്നെ ഒരു 100 ഗ്രാം നല്ല നറുനെയ്യ്. ഇപ്പം നറുനെയ്യൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വല്ല മിൽമേഡയോ അല്ലെങ്കിൽ RKGയോ അതിൻ്റെ നെയ്യ് വാങ്ങിച്ചാൽ മതി. പിന്നെ ആവശ്യമുള്ളത് 2 നാളികേരം. അത് പച്ച തേങ്ങ ആയാലും കുഴപ്പമില്ല, ഉണക്ക തേങ്ങ ആയാലും വേണ്ടത്. പിന്നെ അല്പം ഏലക്കായ, കശുവണ്ടി ഒരു 100 ഗ്രാം, മുന്തിരിപ്പരിപ്പ് കുരുല്ലാത്ത മുന്തിരി അതൊരു 200 ഗ്രാം. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ ചേർക്കാം, ചേർക്കാതിരിക്കാം, നിങ്ങളുടെ രുചി കൂട്ടണമെങ്കിൽ. പിന്നെ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഒരു 200 ഗ്രാം ഈത്തപ്പഴം. അപ്പോൾ നമ്മളുടെ മത്തങ്ങ ഇങ്ങനെ ചെറുതാക്കി 1 ഇഞ്ച് വണ്ണത്തിലുള്ള പീസ്, അല്ലെങ്കിൽ ഇനി 4 കഷ്ണമാക്കിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ പണ്ട് കാലത്തെ പോലെയല്ല, ഇപ്പോൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്നാവണമെങ്കിൽ ചെറുതാക്കുക, അല്ലെങ്കിൽ ഒരു 5, 6, 10 കഷ്ണമാക്കുക. അപ്പോൾ ഉണ്ടോ, വേണമെങ്കിൽ ഇതുപോലെ വലിയ പീസാക്കി ഇടാൻ കുഴപ്പമില്ല. കുരു കളഞ്ഞിട്ട് ഇടണം. കുരു പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കടിക്കുമ്പോൾ കശുവണ്ടി അണ്ടിപ്പരിപ്പ് പറഞ്ഞിട്ട് കടിക്കുന്നത് മത്തക്കുരു ആവും. അപ്പം നമ്മളിതിങ്ങനെ 2 ആളുണ്ടെങ്കിൽ ഒരാൾ പോയിട്ട് നേരത്ത് നാളികേരം ചിരണ്ട, എന്നിട്ട് അതിൻ്റെ തേങ്ങ പാല്, ഫ്രഷ് പാല് ഒരു 2 ഗ്ലാസ്, 2 തേങ്ങ ഉണ്ടെങ്കിൽ 2 ഗ്ലാസ് കട്ടിപ്പാൽ എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങളൊരു മത്തങ്ങ അലുവ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടുണ്ട്. അത് കാരണം അതെല്ലാം കാണിക്കാനായിട്ട് സമയമില്ല. എനിക്ക് ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് കടയിൽ പോകണം. ഉണ്ടോ, അപ്പോൾ നിങ്ങളിതുപോലെ മത്തങ്ങയൊക്കെ മുറിച്ച് പീസുകളാക്കി കുക്കറിലിട്ട് വേവിക്കുക, അല്ലെങ്കിൽ എങ്ങനെയും വേവിച്ചോ. കുക്കറിലിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 മണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടും. ഒരു സ്റ്റീം വന്നാലും മതി, 2 സ്റ്റീമിൽ നല്ല പദമായിട്ട് കിട്ടും. അപ്പോൾ കുക്കറിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾ കഴുകിയിട്ട് ഇടുന്നില്ല, കഴുകാണ്ടും ഇടാം. കാരണം മത്തങ്ങയുടെ തൊലി കളയുമ്പോൾ തന്നെ നമ്മൾ കഴുകി അതിനുശേഷം മുറിച്ചിട്ടാണ് കുക്കറിലേക്ക് ഇട്ടാൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിക്കേണ്ട. കുക്കറിൽ ഒരു തരി പോലും വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മൾ ഇത് അതിൻ്റെ സ്റ്റീമിൽ നിന്ന് ഈ പച്ചക്കറി, ഈ മത്തങ്ങയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്റ്റീം വെള്ളം ഉണ്ട്, ജലാംശത്തിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുക. വേണ്ട, കുരുവൊക്കെ മുഴുവൻ നീക്കണം. അപ്പോൾ ഈ മത്തങ്ങയൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. നല്ല ഫ്രൈ പാൻ, അതായത് നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ സുഖമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇളക്കുന്നത് കുറച്ച് ഇളക്കിയാൽ മതി, അടിയിലൊന്നും പിടിക്കില്ല. അപ്പം നമ്മളുടെ ഈ മത്തങ്ങ മുറിച്ച് പീസുകളാക്കി കുക്കറിലിട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം ഒരു തുറന്ന പാത്രം, അതായത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇടുക. അതിൽ മുന്നേ കുറച്ച് നെയ്യ് ഒഴിക്കുക, അതിന് ശേഷം ഇത് ഇടുക, ഇളക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ തേങ്ങാപ്പാലുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 1/2 മണിക്കൂർ ഇളക്കിയതിന് ശേഷം വീണ്ടും ഈ തേങ്ങാപ്പാൽ ഒഴിക്കുക, എന്നിട്ട് ഇളക്കുക. അങ്ങനെ അതിൻ്റെ ജലാംശം മുഴുവനും വറ്റി കഴിയുമ്പോൾ
നമ്മളുടെ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ടിടുക. മറ്റേ മുന്തിരി അതെ നല്ല ബോളായി കഴിയുമ്പോൾ അതും വറുത്തിടുക. അങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം എൻ്റെ പണികൾ കഴിഞ്ഞ് ഇനി അവളുടെ പണിയാണ്. അപ്പോൾ ഇത് മുഴുവനും കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഇതൊക്കെ കഴുകുന്നുണ്ട് അവള്. സബിത കഴുകുന്നുണ്ട്. കഴുകിയിട്ടാണ് കുക്കറിലിടുന്നത്. അപ്പോൾ സബിത പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇത് കഴുകിയിട്ടാണെങ്കിൽ അല്പം ഇതിങ്ങനെ വെള്ളത്തിൻ്റെ അംശം പോലെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് കുക്കറിൽ സ്റ്റീം വരാനൊക്കെ എളുപ്പമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം നമ്മളുടെ ശർക്കര ഉരുക്കിയിട്ടൊരു അരിപ്പകൂടെയൊക്കെ ഒഴിക്കണം. ഫിൽറ്റർ ചെയ്തിട്ട് ഒഴിക്കണം. ഇല്ലെങ്കിൽ അതിൽ വല്ല കരട് കല്ലിൻ്റെ ഇതുണ്ടെങ്കിൽ അലുവ കടിക്കുമ്പോൾ പല്ലൊക്കെ പൊട്ടിപ്പോവും. വേണ്ട കുരുവൊക്കെ ഞാൻ മുറിക്കുമ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ നമ്മളുടെ ഫാസ്റ്റിന് കണ്ട മത്തങ്ങയുടെ തൊലിയൊക്കെ മുറിച്ച് വന്നിട്ട് കണ്ട്. അപ്പോൾ നമ്മളുടെ കുക്കർ ഇട്ട് സ്റ്റീം കൊടുക്കാൻ വയ്ക്കണ്. ഞാൻ അപ്പോൾ പോവാണ്. ഇനി വീഡിയോ ഒക്കെ പഠിക്കുന്നത് അവളാണ്. കണ്ടോ, നമ്മളുടെ മത്തങ്ങ കുക്കറിലിട്ട് ഇപ്പം നമ്മളുടെ പാത്രത്തിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പം നെയ്യ് ഒഴിച്ചു. ഇപ്പം ശർക്കരപ്പാനീയം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അപ്പോൾ നിങ്ങൾ ആദ്യം നെയ്യ് ഇടുക, കുറച്ച് പകുതി നെയ്യ് ഒഴിക്കുക. അതിന് ശേഷം മത്തങ്ങ ഇടുക, ഇളക്കുക. പിന്നെ ശർക്കരപ്പാനീയം തിളപ്പിച്ചത് ഒഴിക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കൂടുതൽ ഒഴിക്കരുത്, കാരണം നമുക്ക് അലുവയാകുമ്പോൾ അങ്ങനെ ഇളക്കി അല്ലെങ്കിൽ ഈ സ്റ്റൗവിൻ്റെ ഗ്യാസും കത്തിച്ച് കുറേ സമയത്ത് ഇളക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ അലുവയൊക്കെ റെഡിയായി. കണ്ടോ, അപ്പോൾ ഇന്ന് എനിക്ക് കണ്ടോ മത്തങ്ങ അലുവ, തണ്ണിമത്തങ്ങ വാട്ടർമെലോൺ, ഒരു ഗ്ലാസ് വാട്ടർമെലോൺ, തണ്ണിമത്തങ്ങ അലുവ, പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ, പച്ചയ്ക്ക് തന്നെ ഫ്രൈ ചെയ്ത് നീളത്തിൽ പൊളിച്ചിട്ട്, പിന്നെ 2 ദോശ. അപ്പം എൻ്റെ ഭക്ഷണത്തിന് അടിപൊളി ഫുഡുകളാണ് കാലത്ത് ഉണ്ടാക്കുക. സബിതയ്ക്ക് ഇത് സമയം ഉണ്ടാവില്ല. എൻ്റെ കൃഷി സ്ഥലങ്ങളൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്യലുണ്ട് പണി. അതിൻ്റെ ഇടയ്ക്ക് വഴുക്ക് കൂടും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഓരോ സാധനങ്ങളൊക്കെ കുക്കറിൽ ഇരിക്കായിരിക്കും. കുക്കറല്ല, സ്റ്റൗവിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ കേടാവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ പണി കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണം തരണം. ഇതൊക്കെയാണ് അവളുടെ ചിന്ത.